നമസ്കാരം. എല്ലാവർക്കും കൊച്ചിൻ ഡെയിലീസിലേക്ക് സ്വാഗതം. ഫുൾ വാർത്തകളൊക്കെ എല്ലാ ചാനൽ ചെയ്യുക. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളായിട്ടുള്ള പശ്ചിമേഷ്യയിലെ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണം ലോകത്തെ നടുക്കിയിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഈ ഒരു ആക്രമണം ഇന്നലെ നാളെ ലോകം പ്രതീക്ഷിച്ചതാണ്. കാരണം അമേരിക്കയുടെ അനുമതിയോ സമ്മതമില്ലാതെ ഇസ്രായേൽ ഇത്തരം ഒരു പ്രവണത കാട്ടില്ല. കാരണം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ചങ്കുറ്റമോ അതിനുള്ള പ്രാപ്തി ഇസ്രായേലിനില്ല. ഇസ്രായേൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളും എല്ലാ ശക്തികളും പണവും എല്ലാം നൽകുന്ന അമേരിക്കയാണ്. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഒരു ഏജന്റാണ് ഇസ്രായേൽ. അറബ് രാഷ്ട്രങ്ങളെ നിലക്ക് നിർത്താനും പേടിപ്പിക്കാനുള്ള ഒരു ഗുണ്ടയായിട്ടാണ് യുദ്ധായുധത്തിന്റെ രാഷ്ട്രമായിട്ടുള്ള ഇസ്രായേൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഖത്തറിലെ ഈ ആക്രമണവും അമേരിക്കയുടെ സമ്മതത്തോടെയാണ് നാം കാണേണ്ടത്. ഒരു പരിധി പറഞ്ഞാൽ ഇതൊക്കെ അറബ് രാഷ്ട്രങ്ങൾ നേരിടാൻ അർഹതപ്പെട്ടവരാണ്. കാരണം ലോകമാകെ അമേരിക്കക്കും സഖ്യകക്ഷികൾക്കെതിരെ പാടെടുത്തപ്പോൾ അമേരിക്കയുടെ കൂടെ നിന്ന് കഴിഞ്ഞ സന്ദർശവേളയിൽ 4000 കോടിയുടെ ജെറ്റ് വിമാനം നൽകി. അതുപോലെ എല്ലാ രാജ്യങ്ങളും, സൗദി ആണെങ്കിലും ഒമാനാണെങ്കിലും എല്ലാ അറബ് രാഷ്ട്രങ്ങളും വാരിക്കോരി ട്രംപിന് കൊടുത്ത് സമ്മാനങ്ങൾ നൽകുകയുണ്ടായി. അതിന്റെ ചൂടാറും മുമ്പാണ് ഖത്തറിന് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തിരിച്ചടി വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സംഭവത്തോടെയെങ്കിലും അറബ് രാഷ്ട്രങ്ങൾ ഒരു പുനർചന്ദ്രത്തിന് തയ്യാറാവണമെന്നുള്ളതാണ് ലോകം ആഗ്രഹിക്കുന്നത്. ലോകത്ത് ഉയർന്നു വരുന്ന ഒരു ബദൽ ചേരി ചൈനയുടെയും റഷ്യയുടെയും വടക്കൻ കൊറിയയുടെയും ഇറാന്റെ നേതൃത്വത്തിൽ വരുന്ന ഒരു ബദൽ ചേരിക്ക് ഒരു ശക്തി പകരുന്ന ഒരു സംഭവമാണ് ഈ സംഭവം. കാരണം അമേരിക്കയുടെ ചതി ഇന്നലെ നാളെ കൂടെ നിൽക്കുന്ന എല്ലാ രാഷ്ട്രങ്ങൾക്കും വരൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ലോകത്തിന് പലവട്ടം അമേരിക്കൻ വിജയ മുന്നറിയിപ്പ് നേരിട്ടാണ്. അതിന്റെ ഫലം അനുഭവിച്ച ആൾക്കാരാണ് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും യൂറോപ്യൻ രാഷ്ട്രങ്ങളും എന്തിനേറെ നമ്മുടെ ഏഷ്യ രാജ്യങ്ങൾ പോലും. പിന്നെ അത് അറബ് രാഷ്ട്രങ്ങളിലേക്കും ബന്ധുഭവിച്ചേക്കാണ്. ഇനിയെങ്കിലും അറബ് രാഷ്ട്രങ്ങൾ ഈ തെമ്മാടി രാഷ്ട്രങ്ങളായിട്ടുള്ള ബന്ധം നിശ്ചയിച്ചുകൊണ്ട് ലോകത്തിന്റെ മാറ്റം ആഗ്രഹിക്കുന്ന, പുരോഗതി ആഗ്രഹിക്കുന്ന പശ്ചിമ രാഷ്ട്രങ്ങളെ ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കുന്ന ചൈനയുടെയും റഷ്യയുടെയും വടക്കൻ കൊറിയയുടെയും എല്ലാം ആ ചേരിയിലേക്ക് ബഹുമാനപ്പെട്ട അറബ് രാഷ്ട്രങ്ങൾ വരണം എന്നുള്ളതും ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെയുള്ള അല്ലെങ്കിൽ സംഘത്തിനെതിരെയുള്ള ആ ഒരു ചേരിയിൽ അണിനിരക്കണം എന്നുള്ളതാണ് ലോകത്തിന്റെ ആഗ്രഹം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെയും യൂദാശത്തിന്റെയും സൈനിസത്തിന്റെയും ഫാസിസത്തിന്റെ എല്ലാം നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഒരു പരിധി വരെയൊക്കെ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിലേക്ക് പേര് പറഞ്ഞ് ജനങ്ങൾ തെറ്റിപ്പിക്കുക കഴിയും. അതൊരു ഉദാഹരണമാണ് ബംഗ്ലാദേശും ശ്രീലങ്കയും നേപ്പാളും. ഇതിനെ മറികടക്കുന്ന അഴിമതിയും കോർപ്പറേറ്റുകൾക്കറവും മുതലാളിത്തത്തിന് വേണ്ടിയുള്ള ഇവരുടെ ഓരോ നിയമങ്ങളും എല്ലാം ജനങ്ങൾ ഒരു പരിധി സഹിക്കും. അത് കഴിഞ്ഞാൽ ഇതിനെതിരെ ഇസ്രായേൽ നടക്കുന്ന പ്രക്ഷോഭണങ്ങളും അമേരിക്ക നടക്കുന്ന പ്രക്ഷോഭണങ്ങളും ഇന്ത്യക്കകത്ത് നടക്കുന്ന പ്രക്ഷോഭണങ്ങളെല്ലാം നാം കരുതിയിരിക്കേണ്ടതാണ്. അപ്പോൾ ലോകത്ത് മാറി വരുന്ന ഏത് നല്ലൊരു സമരത്തെയും മുന്നേറ്റത്തെയും എല്ലാം ഈ നാട്ടിലെ നല്ലവരായ ചെറുപ്പക്കാരും ജനങ്ങളെല്ലാം അതിനോട് പ്രതികരിക്കും. അസ്വാഭാവികമാണ്. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭ സമരങ്ങൾ. എല്ലാ കാലത്തും എല്ലാ ജനങ്ങളെയും പറ്റിക്കുവാനും വഞ്ചിക്കുവാനും ജാതിയുടെയും
ഭരണത്തിന്റെയും ഭാഷയുടെയും പേര് പറഞ്ഞ് അവരടിക്കുന്ന തരാക്കില്ല. അതുകൊണ്ട് വരുന്നാളുകളിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അതായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ രാഷ്ട്രങ്ങളുടെയും എല്ലാം നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുന്ന ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തൊക്കെയായാലും ലോകത്ത് നല്ലൊരു മാറ്റത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ചൂഷണമില്ലാതെ, അധിനിവേശമില്ലാതെ ഒരു രാഷ്ട്രത്തിനും ലോകത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതിലെ ആ ഒരു പ്രയാണത്തിലേക്ക് ലോകം ഒന്നടങ്കം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എന്റെ നമസ്കാരം.